വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എടപ്പള്ളി ലുലു മോളിനടുത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ സ്ഥിതി ചെയ്യുന്ന ഒരു 3 BHK വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. 3 സെൻറ്റ് 150 ലിങ്സ് സ്ഥലത്ത് 1540 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു കാർ പാർക്കിംഗ് സൗകര്യത്തോടും കൂടി ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ഇൻഡിപെൻഡൻ്റ് വീട് നോക്കുന്നവർക്കുള്ള ഒരു ബെസ്റ്റ് ചോയ്സാണ് ഈ വീട്. വീടിൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ മോഡേൺ ബോക്സി എലിവേഷൻ നൽകി അത്യാവശ്യം ടെക്സ്ചർ വർക്കുകളും പ്രൊഫൈൽ ലൈറ്റും സ്പോട്ട് ലൈറ്റും അതുപോലെ വാൾ ടൈലും ഒക്കെ നൽകിയാണ് വന്നിരിക്കുന്നത്. 4.5 മീറ്ററോളം ഇൻറ്റേർണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. ഇൻ്റർലോക്കിംഗ് കട്ടകളാണ് റോഡിൽ വിരിച്ചിരിക്കുന്നത്. വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്ന് എലിവേഷനോട് മാച്ച് ചെയ്യുന്ന അതേ കളർ കോമ്പിനേഷനിൽ തന്നെ ചെറിയ രീതിയിൽ ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്താണ് വന്നിരിക്കുന്നത്. കോമ്പൗണ്ട് വാൾ പില്ലറിൽ ഷോ ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. 4.8 മീറ്ററാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. സ്ക്വയർ ട്യൂബിലാണ് ഗേറ്റ് വന്നിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കടപ്പ കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. വടക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് ഒരു കാർ പാർക്കിംഗ് സൗകര്യമാണ് ഉള്ളത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിങ്ങിലായിട്ടാണ് ഉള്ളത്. 13.5 അടിയിലേറെ നീളവും 10.5 അടിയോളം വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പവർ പോയിന്റ് നൽകിയിട്ടുണ്ട്. സീലിംഗിൽ LED ലൈറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ട് സൈഡായ നോർത്ത് സൈഡിലേക്ക് വരുമ്പോൾ 6 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തും കടപ്പാക്കല്ലുകളും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് ഹാഫ് സൈഡ് വരെ വന്നിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് 2 വീലർ പാർക്കിങ്ങിനുള്ള സ്പേസ് കിട്ടുന്നതാണ്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വെസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 2.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗമെല്ലാം തന്നെ കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 2 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗവും കോൺക്രീറ്റ് ചെയ്താണ് വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 5 അടിയിലേറെ നീളവും 4 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. വടക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ മഹാഗണിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വലിപ്പമുള്ള ഡോറ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നിന്ന് ലിവിങ്ങിലേക്ക് വരുമ്പോൾ ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കുന്നത് സൗത്ത് സൈഡ് വാളാണ്. ആ വാളിൽ പാനലിംഗ് വർക്കൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു തട്ട് കൊടുത്തിട്ടുണ്ട്. റിമൈനിങ് പോർഷനിൽ വാൾപേപ്പറാണ് നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്ന് ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ ലിവിംഗ് കം ഡൈനിങ് ഏരിയയിലേക്കാണ് വരുന്നത്. ലിവിങ്ങിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 13 അടിയോളം നീളവും 12.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്ക് ഒരു 4 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. ഒരു L ഷേപ്പ് കോർണർ സോഫ സെറ്റിനും കോഫി ടേബിളിനുമുള്ള സ്പേസ് നമുക്ക് ഈ ഒരു ലിവിങ്ങിന് ലഭിക്കുന്നുണ്ട്. ഈസ്റ്റ് സൈഡ് വാളിലായിട്ടാണ് TV യൂണിറ്റിനുള്ള പോർഷൻ വരുന്നത്. താഴെയായി അത്യാവശ്യം സ്റ്റോറേജും ഒരു സൈഡിലായിട്ട് പാനലിങ്ങും നൽകിയിട്ടുണ്ട്. റിമൈനിങ് വാൾ പോർഷനിൽ എല്ലാം തന്നെ വാൾപേപ്പറാണ് നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് പാനലിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ LED ലൈറ്റും പ്രൊഫൈൽ ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൻ്റെ സൈഡിലായിട്ടുള്ള വാളിലും പാനലിംഗ് വർക്കൊക്കെ ചെയ്ത് അവിടെയും ഒരു ചെറിയ ഷെൽഫ് പോലൊക്കെ കൊടുത്ത് പ്രൊഫൈൽ ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഒക്കെ പ്രൊവൈഡ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്. 11 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. വെസ്റ്റ് സൈഡ് വോളിലായിട്ട് ഡിഫറെൻറ്റ് കളർ നൽകി അത്യാവശ്യം വർക്കുകളും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡൈനിങ് സ്പേസിലായിട്ട് ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിൾ വരെ നമുക്ക് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. സ്റ്റെയറിൻ്റെ അടിയിൽ ഒരു കോർണറിലേക്ക് മാറിയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു പോർഷൻ ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വരുന്നത്. റിമൈനിങ് പോർഷനിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED ലൈറ്റും പ്രൊഫൈൽ ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തു നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റെയറിൻ്റെ മുകളിലായിട്ടുള്ള സീലിംഗിൽ ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ക്ലോസ്ഡ് കിച്ചൺ വരുന്നത്. ഈ വീട്ടിൽ GMൻ്റെ സ്വിച്ചസും V-ഗാർഡിൻ്റെ വയേഴ്സുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ ഗ്ലോസി പാറ്റേണിലുള്ള ടൈലാണ് വന്നിരിക്കുന്നത്. ഈ വീടിന് ക്ലോസ്ഡ് കിച്ചണാണ് ഉള്ളത്. കിച്ചൻ്റെ ഡോറ് സ്കിൻ ഡോറാണ് നൽകിയിരിക്കുന്നത്.
നോർത്ത് ഈസ്റ്റ് കോർണറായിട്ട് വരുന്ന ഈ ഒരു കിച്ചണിന് 10 അടിയോളം നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വന്നിരിക്കുന്നത്. ഈസ്റ്റിലേക്ക് 2 ഡോർ വിൻഡോയും നോർത്തിലേക്ക് 4 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. 3 ലെയറായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് ഈ ഒരു കിച്ചണിൽ കിട്ടുന്നുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് വരുന്നത് നാനോ മെറ്റീരിയലാണ്. അതുപോലെ തന്നെ ധാരാളം പവർ പോയിന്റും കൊടുത്തിട്ടുണ്ട്. വലുപ്പമുള്ളൊരു സിങ്കും 2 ടാപ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വോളിലായിട്ടാണ് ഫ്രിഡ്ജിനുള്ള സ്പേസ് വന്നിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് അത്യാവശ്യം ടെക്സ്ചർ പെയിന്റും പ്രൊഫൈൽ ലൈറ്റും LED ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് സൈഡ് വോളിലായിട്ട് ഒരു വാട്ടർ പ്യൂരിഫയറിനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. വർക്ക് ഏരിയയിലേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. 15 അടിയോളം നീളവും 4 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു വർക്ക് ഏരിയയ്ക്ക് ഉള്ളത്. മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ളൊരു കൗണ്ടർ സ്പേസ് ലഭിക്കുന്നുണ്ട്. വലുപ്പമുള്ളൊരു സിങ്ക് നൽകിയിട്ടുണ്ട്. പിന്നെ ടാപ്പ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വർക്ക് കൂടെ ഫിനിഷ് ആവാനായിട്ടുണ്ട്. പുള്ളി കവർ ചെയ്തെടുത്തിരിക്കുന്ന ഈ ഒരു വർക്ക് ഏരിയയ്ക്ക് 2 സൈഡിലും ഗ്രിൽ ഡോർ ഒക്കെ നൽകിയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂമിൻ്റെ ഡോർ സ്കിൻ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 12.5 അടിയോളം നീളവും 9.5 അടി വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് മാറി 2 സിംഗിൾ ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സൗത്ത് സൈഡിലെ വാൾ ഫുള്ളി വാൾപേപ്പറൊക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിലേക്ക് മാറി ചെറിയൊരു പാനലിംഗ് വർക്കും നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഒക്കെ പ്രൊവൈഡ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിൻ്റെ ഒരു വാൾ റൂമും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബാത്റൂമിൽ ഹീറ്ററിനുള്ള പോയിന്റ് എക്സോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. വളരെ ഡിഫറൻ്റ് ആയ ഒരു സ്റ്റെയർ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് 2 സ്റ്റെപ്പുകളും ലാൻഡിങ്ങും മാറ്റ് ഫിനിഷ് ടൈൽ യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ പ്രൊഫൈൽ ലൈറ്റ് നൽകിയിട്ടുണ്ട്. റിമൈനിങ് പോർഷൻ മെറ്റലും വുഡും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിലും വുഡും MS യൂസ് ചെയ്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫ്ലോട്ടിംഗ് സ്റ്റൈലിലുള്ള സ്റ്റെയർ ആണ് വരുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സ്റ്റെയർ വരുന്നത്. കൂടാതെ സ്റ്റെപ്പ് ലൈറ്റ്സിന് പകരം ഇവിടെ പ്രൊഫൈൽ ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഫസ്റ്റ് ലാൻഡിങ്ങിനോട് ചേർന്ന് ഈസ്റ്റിലേക്ക് ഒരു 2 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ എത്തിച്ചേരുന്നത് ഈ ഒരു പാസേജിലേക്കാണ്. 6.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. സൗത്തിലേക്ക് 2 ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. കൂടാതെ വെസ്റ്റ് സൈഡിലുള്ള വാളിൽ ഡിഫറെൻറ്റ് കളറൊക്കെ കൊടുത്ത് അത്യാവശ്യം വർക്കുകളൊക്കെ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു പ്രൊഫൈൽ ലൈറ്റ് സീലിംഗിലേക്കാണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഈ ഒരു ഭാഗത്ത് സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ട്രാക്ക് ലൈറ്റ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. പിന്നീട് നമ്മൾ ചെറിയൊരു അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് പോകുമ്പോൾ 8.5 അടിയിലേറെ നീളവും 8 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. നോർത്ത് സൈഡ് വോളായിട്ട് TV ഹാങ് ചെയ്യാനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. നോർത്ത് സൈഡിലെ ആ ഒരു വോൾ കംപ്ലീറ്റ്ലി വാൾപേപ്പറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പർ ലിവിങ്ങിൻ്റെ ഒരു കോർണറിലേക്ക് മാറിയാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെയും സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും സ്കിൻ ഡോറാണ് നൽകിയിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൽ 13 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്ക് 4 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. നോർത്ത് സൈഡിലെ വാൾ കംപ്ലീറ്റ്ലി വാൾപേപ്പറൊക്കെ കൊടുത്ത് 2 സൈഡിലും പാനലിംഗ് ഒക്കെ ചെയ്താണ് വരുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റും LED ലൈറ്റുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിൻ്റെ ഒരു വാൾ റൂമും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും ഈ ഒരു സ്പേഷ്യസ് ആയ ബാത്റൂമും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും സ്കിൻ ഡോറാണ് നൽകിയിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൽ 16 അടിയോളം നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്ക് 4 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വെസ്റ്റ് സൈഡിലുള്ള വാളിൽ ഹാഫ് പോർഷനോളം വാൾപേപ്പറൊക്കെ നൽകി പാനലിംഗ് വന്നിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED ലൈറ്റും പ്രൊഫൈൽ ലൈറ്റുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡിൽ ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിൻ്റെ ഒരു വാൾ റൂമും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ നിന്ന് ബാക്ക് സൈഡിലേക്ക് ഒരു ബാൽക്കണിയും ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയറും നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ചെറിയൊരു ബാൽക്കണി സ്പേസിലേക്കാണ് ഇറക്കുന്നത്. ഇവിടെയായിട്ട് ഒരു വാഷിംഗ് മെഷീനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു കോർണറിൽ നിന്ന് മുകളിലെ ഓപ്പൺ ടെറസിലേക്ക് ഒരു സ്റ്റെയറും നൽകിയിട്ടുണ്ട്.
ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. എല്ലാ ഫിറ്റിംഗ്സും സെറയുടെ തന്നെയാണ് വരുന്നത്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനുള്ള പ്രൊവിഷൻ ഈ സ്പേഷ്യസ് ആയ ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ബാൽക്കണി വരുന്നത്. 14 അടിയിലേറെ നീളവും 4 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ എസ്എസും ഗ്ലാസ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. സീലിംഗിൽ ടെക്സ്ചർ പെയിൻ്റ് ഒക്കെ നൽകി പ്രൊഫൈൽ ലൈറ്റാണ് വന്നിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 550 മീറ്റർ, നാഷണൽ ഹൈവേയിലേക്ക് 1.5 കിലോമീറ്റർ, അമൃത ഹോസ്പിറ്റലിലേക്ക് 3.5 കിലോമീറ്റർ, ആശ്രം മെഡിസിറ്റിയിലേക്ക് 8 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 5 കിലോമീറ്റർ, കുസാറ്റിലേക്ക് 5 കിലോമീറ്റർ, മെട്രോ സ്റ്റേഷനിലേക്ക് 3.5 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 9 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. 3 സെന്റ് 150 ലിങ്സ് സ്ഥലത്ത് 1540 സ്ക്വയർ ഫീറ്റിന് 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോടുകൂടി ഈ വീടിന് ചോദിക്കുന്നത് 85 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേഷൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.